ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് അവിടെ ഉണ്ടാക്കുന്നത് അറബിക് ഡിഷായ ചിക്കൻ സുർബിയാനാണ്. ഇതിന് ആവശ്യമായ ചേരുവകൾ: 4 സവാള, 2 തക്കാളി. അതിൽ 2 സവാള എടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി നന്നായിട്ട് ഫ്രൈ ആവണം. ചിക്കൻ സുർബിയാൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 4 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ കുതിർക്കാൻ വെക്കണം ഒരു അരമണിക്കൂർ. ഈ റൈസിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. അതിനു വേണ്ടി 6 വറ്റൽമുളക്, 1 ടീസ്പൂൺ മല്ലി, 1/2 ടീസ്പൂൺ ഗ്രാമ്പൂ, 4 പട്ട, 1/2 സ്പൂൺ ഏലക്ക, 1 സ്പൂൺ കുരുമുളക്, സ്പൂൺ ചെറിയ ജീരകം, 1 സ്പൂൺ വലിയ ജീരകം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിനു വേണ്ടി ഒരു പാൻ എടുത്ത് നേരത്തെ എടുത്തു വെച്ച ചേരുവകളെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് കണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നന്നായി തണുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കണം. നമുക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത സവാളയിൽ നിന്നും ഒരു 1/4 ഭാഗം സവാള, തക്കാളി, പുളിയില്ലാത്ത നല്ല കട്ട തൈര്, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ എടുത്തു വെക്കണം. ഇനി ഒരു ജാർ എടുത്ത് അതിലേക്ക് ഫ്രൈ ചെയ്ത സവാള, 2 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2 തക്കാളി, 1/2 കപ്പ് തൈര് എന്നിവ നല്ലതുപോലെ ഒരു മിക്സിയിൽ അരച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കണ്. ഇനി 2 സവാള, 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ മാഗി ക്യൂബ് 1, 2 പച്ചമുളക്. ഇനി ഒരു പാൻ എടുത്ത് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് സവാള നല്ലതുപോലെ വഴറ്റുക. ശേഷം 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം നല്ലോണം മാറുന്നത് വരെ ഒന്ന് വാട്ടി കൊടുക്കണം. നേരത്തെ ഫ്രൈ ചെയ്യാനെടുത്ത സവാളൻ്റെ ബാക്കി വന്ന ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ സവാള വഴറ്റാൻ. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കണം. അതിനുശേഷം സവാള ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് ഒരു പീസ് ചിക്കൻ മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നേരത്തെ തയ്യാറാക്കിയ ടൊമാറ്റോ പേസ്റ്റ് ഇതിലോട്ട് ചേർക്കുക. ഇതിലോട്ട് നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടികൾ ചേർക്കുക. ഈ മസാല ചേർത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഈ മസാലയിലോട്ട് 1 കിലോ ക്ലീൻ ആക്കിയ ചിക്കൻ ചേർക്കുക. എന്നിട്ട് ചിക്കൻ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കുക. ഇനി നമുക്ക് നമ്മുടെ അരി വേവിക്കാൻ വേണ്ടി ഒരു ചെമ്പിൽ വെള്ളം തിളപ്പിക്കണം. അതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ഗ്രാമ്പൂ, 1/2 സ്പൂൺ ഏലക്ക, 4 പട്ട എന്നിവ ചേർക്കണം. ഇനി വെള്ളം തിളക്കുമ്പോൾ കുതിർത്ത് വെച്ച അരി അതിലേക്ക് ചേർക്കുക. അരി തമ്മിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടി അതിലേക്ക് 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക. അങ്ങനെ ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അതിൽ നിന്ന് 1 സ്പൂൺ അരി വേവിക്കുന്നതിലേക്ക് ചേർക്കുക. ഇനി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം.
ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കൊട്ടയിലേക്ക് മാറ്റുക. ഒരു 80% വെന്ത റൈസാണിത്. പെട്ടെന്ന് റെഡിയാകാൻ വേണ്ടി ഞാൻ ഒരു പാനിൽ ഇനി ചിക്കൻ റെഡിയാക്കിയത് അത് ചെമ്പിലോട്ട് മാറ്റുക. ഇനി ചിക്കന് മുകളിൽ എല്ലായിടത്തും ഊറ്റി വെച്ച റൈസ് ഫുൾ ഇട്ട് കൊടുക്കണം. അതിന് മുകളിൽ കുറച്ച് ചപ്പും ഫ്രൈ ചെയ്ത സവാളയും ഇട്ട് കൊടുക്കണം. വേണമെങ്കിൽ അണ്ടി മുന്തിരി ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി മൂടി വെച്ച് ദം ചെയ്യണം. അങ്ങനെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചിക്കൻ സുർബിയാൻ റെഡി ആയി കഴിഞ്ഞിരിക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു റൈസാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ.